ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മസാല കടല. അതായത് നമ്മൾ ബേക്കറി സ്റ്റൈലിൽ ബേക്കറിയിലൊക്കെ നമ്മൾ വാങ്ങാൻ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ നമ്മൾ എങ്ങനെ മസാല കടല ഉണ്ടാക്കുക എന്നുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഞാൻ കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് അരിച്ചെടുക്കുക. എന്ന് വെച്ചാൽ അത് കട്ട കട്ട ഉണ്ടാവുമല്ലോ, അത് കളയാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് അരിച്ചെടുക്കുക. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഇതിങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബേക്കറിയിലൊന്നും പോയി വാങ്ങില്ല, വീട്ടിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ പിന്നെ ബൗളിൽ ഞാൻ അരിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ജീരകമാണ്. ജീരകം എന്ന് പറഞ്ഞാൽ കൂടുതൽ ജീരകം ഇട്ട് കൊടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ അത് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇട്ടിരുന്നത് 1 നുള്ള് കളർ പൊടിയാണ്, ഓറഞ്ച് കളർ പൊടിയാണ്. അപ്പോൾ അത് നിങ്ങൾ കളർ പൊടി വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ എരിവുമായി കളറുമായി, അപ്പോൾ രണ്ടും ആയിട്ട് വരും. അപ്പോൾ ഈ ക്വാണ്ടിറ്റി നമ്മൾ കടലപ്പൊടി എടുത്തിട്ടുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് വെള്ളം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുന്ന രീതി പറഞ്ഞാൽ വെള്ളമായി പോകരുത്, ഓവർ കട്ടിയാവരുത്. ഞാൻ കുഴക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ രീതിയിൽ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ സ്പൂൺ കൊണ്ടെല്ലാം മിക്സ് ചെയ്യരുത് കേട്ടോ. മാക്സിമം കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. എന്നാലേ നമുക്ക് ഒന്ന് കടല ഇട്ടതിന് ശേഷം എല്ലാ കടലിലേക്കും നല്ല രീതിയിൽ പിടിക്കുള്ളൂ. ഞാനിപ്പോൾ ഒരു 1/2 കിലോ കടലയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. സാധാരണ പച്ച കടല വാങ്ങാൻ കിട്ടുമല്ലേ, അത് ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ കുഴച്ച് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ എല്ലാ കടലേക്കും പറ്റുന്ന രീതിയിൽ വേണം നിങ്ങൾ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ പോരാ, നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരം അങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ഞാൻ ചൂടാകാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഓവർ ചൂടാവരുത് എണ്ണ, ചൂട് കുറവുണ്ടാവരുത്, ഓവർ ചൂടും ഉണ്ടാവാൻ പാടില്ല. വേറൊരു കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം, ഇതാണ് എളുപ്പ വഴിയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ കട്ട ഒരു 2-3-4 കടലെല്ലാം ഒന്നിച്ചുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം വേറെ ആയിട്ട് നിൽക്കും. അപ്പോൾ കടല പിന്നെ നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ തൊലി കൂടി പോവും. അപ്പോൾ അത് പോവാതിരിക്കാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും പോവില്ല, കറക്റ്റായിട്ട് നമ്മൾ വേറെ ആയിട്ട് വന്നിട്ട് നിൽക്കും. അപ്പോൾ ഈ മെത്തേഡാണ് നല്ലതെന്ന് തോന്നുന്നു. എനിക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കൈ കൊണ്ട് ഇങ്ങനെ വേറെ ആയിട്ട് ഇടുന്നതിന് പകരം ഇങ്ങനെ ഇട്ടല്ലാന്ന് എളുപ്പമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് നിറയെ ഈ എണ്ണ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ഇട്ടിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ച് കൊടുക്കുന്ന വീഡിയോ എടുക്കുന്നത് കാരണം നമ്മൾ കുറച്ചേ ഇടാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചേ ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ അടുത്തതിലിടുമ്പോൾ ഞാനിപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഒന്നിച്ച് ഇട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ചെയ്യേണ്ട രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിപ്പം ഇങ്ങനെ ചെറിയൊരു സൗണ്ടൊക്കെ കേൾക്കും. ആ സൗണ്ടൊക്കെ കേട്ട് നിൽക്കുമ്പോഴത്തേക്കിന് നമുക്കത് എടുത്ത് മാറ്റാം. കൂടുതൽ നേരം വെക്കരുത്. കാരണം വെച്ചാൽ ഉള്ളിലത്തെ കടലൊക്കെ ആ കരിഞ്ഞ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ അത് വരാൻ പാടില്ല. ഇങ്ങനെ പൊട്ടുന്ന സൗണ്ടില്ല, അത് നിന്നപ്പോഴാണ് നമുക്ക് എടുത്ത് മാറ്റാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, എല്ലാ കടലും വേറെ ആയിട്ട് നിൽക്കുന്നത് കാണുന്നില്ലേ. സിമ്പിളാണ്, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ബേക്കറിയിൽ പോയിട്ട് നമുക്ക് മസാല കടല വേണമെന്നുണ്ട് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും ഇത് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിന് ശേഷം ഇതേ എണ്ണയിൽ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു പച്ച ഇതെല്ലാം പോകാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് നമ്മൾ കടലിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മളെ മസാലക്കടല റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? പക്ഷേ എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയൊരു ദിവസം വരാം. അതുവരെക്കും ടാറ്റ, ബൈ ബൈ.